പിണറായി വിജയനെ നന്ദിയോടെ ഓർക്കുന്നു. പെരുവഴിയിൽ നിന്ന് വീരുമെന്ന് കരുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കർഷകരുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അധ്വാനവർഗത്തിന്റെയും അടയാളപ്പെടുത്തിയ രാഷ്ട്രീയ നേതൃത്വമായ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജോബ് മൈക്കിളിനെ ചങ്ങനാശ്ശേരിയിൽ അവതരിപ്പിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിന്റെ ചരിത്ര രാഷ്ട്രീയ സാംസ്കാരിക പ്രബുദ്ധത കാണിച്ചു. ജോബ് മൈക്കിളിനെ വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. ഇന്ന് അഭിമാനത്തോടെയാണ് ജോബിന് വേണ്ടി ഞങ്ങളൊക്കെ ഇവിടെ പ്രസംഗിക്കുക. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും അഭിമാനത്തോടുകൂടിയാണ് ജോബ് മൈക്കിളിന് വേണ്ടി വീണ്ടും വോട്ട് ചോദിക്കുക. അന്ന് ജോബ് മൈക്കിൾ ഇന്ന് സാധ്യതയുള്ള വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ഇന്നങ്ങനല്ല. ഇന്ന് ജോബ് മൈക്കിളിന് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിന് വോട്ട് ചെയ്യണം, അഭിമാനത്തോടെ നമ്മൾ ചോദിക്കുകയാണ് പൊതുസമൂഹത്തോടെ. അത് പൊതുസമൂഹത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് വി എൻ വാസുവിന്റേതാണെങ്കിലും കടുത്തുരുത്തിയിൽ നിർമ്മലാ ജില്ലയുടേതാണെങ്കിലും പാലായി ജോസ് കെ മാണിയുടേതാണെങ്കിലും സെബാസ്റ്റ്യൻ കുളത്തിൻ്റെതാണെങ്കിലും ഡോക്ടർ എൻ ജയരാജിന്റേതാണെങ്കിലും ഇവിടെ ചങ്ങനാശ്ശേരിയിലാണെങ്കിലും കോട്ടയത്ത് അനിൽകുമാറിന്റേതാണെങ്കിലും ഓരോ മീറ്റിംഗിലും ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണുന്നത്, പ്രചാരകരെ ചെല്ലുമ്പോൾ കാണുന്നത്, അഭിമാനത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് കൊടുക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാണ്. ആർക്കും സംശയമില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്രയൊന്നും പിന്തുണയ്ക്കാത്തവർ പോലും ഇവിടെ അഭിപ്രായ വോട്ടെടുപ്പുകൾ തുടർന്നപ്പം എന്തുകൊണ്ട് ഇടതുപക്ഷം തുടരണം, 45% പേർ ഇടതുപക്ഷം തുടരണമെന്നാണ് പറയുന്നത്. പിന്നെ BJP UDP ഉള്ളവർ അപ്പുറത്ത് നിൽക്കുന്നത് അവരുടെ കണക്കനുസരിച്ച് ആത്മവിശ്വാസമുണ്ട്. ജോബ് മൈക്കിളിനെ കുറിച്ച് ഇവിടെ ഒരു മീഡിയ ഇവിടെ നടത്തിയ ഒരു സർവേ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, നിങ്ങൾക്ക് കണ്ടു കാണും. ജോബ് ചങ്ങനാശ്ശേരിയിൽ നന്നായിട്ട് ജോലി ചെയ്തു എന്നാണ് എഴുതിയത്. നന്നായിട്ട് ജോലി ചെയ്തു. അഭിമാനമുണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. പഴയ ചങ്ങനാശ്ശേരിയെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു പരിധിവരെ നമ്മൾ സ്വപ്നം കണ്ട ചങ്ങനാശ്ശേരി ആയിരുന്നോ? അല്ല. ചങ്ങനാശ്ശേരി വ്യാവസായികമായി കാർഷിക വിളകളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന്റെ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും നെല്ലറയുടെ സമൃദ്ധി അതിന്റെ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് ചങ്ങനാശ്ശേരി. വിദ്യാഭ്യാസ മേഖലയിൽ ചങ്ങനാശ്ശേരിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ഇവിടുത്തെ കർഷക തൊഴിലാളികളും കർഷകരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അപ്പൊ ഏത് മേഖലയിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് വ്യക്തിപരമായ പ്രശ്നങ്ങളാണെങ്കിലും ജനകീയ ആവശ്യങ്ങളാണെങ്കിലും വികസന കാര്യങ്ങളാണെങ്കിലും രാഷ്ട്രീയം നോക്കാതെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി ജോബ് മൈക്കിൾ കഴിഞ്ഞ 5 വർഷം നടത്തിയ നിസ്വാർത്ഥ സേവനത്തിന് നന്ദിയായിട്ട് ചങ്ങനാശ്ശേരി വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് അഭിമാനത്തോട് ഞങ്ങൾ നിൽക്കുക. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു എന്ന് ഉറപ്പാക്കുന്ന ചങ്ങനാശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തിന് വോട്ട് കൊടുക്കണം? വലിയ ദീർഘമായ പ്രശ്നത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യമുണ്ട്, സംസ്ഥാന തലത്തിലുള്ള പ്രാധാന്യമുണ്ട്, ചങ്ങനാശ്ശേരിയുടെ രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. 3 രീതിയിൽ ചർച്ച ചെയ്യണം. ഒന്ന്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപകടകരമായി ഭരണഘടന ഉറപ്പാക്കുന്ന 4 കാര്യങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. 1 ജനാധിപത്യം, 2 മതേതരത്വം, 3 ഫെഡറലിസം, 4 സോഷ്യലിസം. 4നെ കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. ഭരണഘടന ഉറപ്പാക്കുന്ന രാഷ്ട്രം നിലനിൽക്കാൻ കാരണമായ ജനാധിപത്യ, മതേതരത്വ, ഫെഡറൽ, സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ എക്കാലത്തെക്കാളും തകർക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയത ഇറക്കി വിട്ടുകൊണ്ട് ഇതിന്റെ മറവിൽ നടത്തുന്ന രാഷ്ട്രീയമായ അടിച്ചമർത്തൽ, കേന്ദ്രം നടത്തുന്ന വിവേചനം, പക്ഷഭേദം ഇത് രാജ്യത്തെ എങ്ങോട്ടാകൂടി എന്നെത്തിക്കുക. അതൊരു വശത്ത്. രണ്ടാമത്, എന്തിന് LDF-ന് വീണ്ടും വോട്ട് ചെയ്യണം? BJP ഗവൺമെന്റിന്റെ സംസ്ഥാനങ്ങളെ വിലയിരുത്തുന്ന ഒരു ഏജൻസിയാണ് ദേശീയ നീതി ആയോഗ്. സംസ്ഥാനങ്ങളുടെ ഭരണത്തെ വിലയിരുത്തുന്നത്. ദേശീയ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം സുസ്ഥിര വികസനം ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് UP അല്ല, ഗുജറാത്ത് അല്ല, ഒറീസയല്ല, അത് കേരളമാണ്. സുസ്ഥിര വികസനം ഈ രാജ്യത്ത് നടപ്പാക്കിയ. സുസ്ഥിരം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വ്യക്തിയുടെ ആവശ്യങ്ങളുണ്ട്. പ്രാണവായു, കുടിവെള്ളം. റോഷി അഗസ്റ്റിൻ മന്ത്രിയായി, ജോബ് മൈക്കിൾ MLA ആയി, പിണറായി സർക്കാർ 2020 അധികാരത്തിൽ കയറുമ്പോൾ 16 ലക്ഷം കുടിവെള്ള ടാപ്പുകളാണ് വ്യക്തികൾക്ക് കൊടുത്തതെങ്കിൽ, കുടുംബങ്ങൾക്ക് കൊടുത്തതെങ്കിൽ ഇന്നത് 64 ലക്ഷത്തിലധികമായി. ഞാനത് പറയണ്ട, നിങ്ങൾ കണ്ടനുഭവിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ബൈക്ക് കണ്ടു. ഏതൊരു പത്രക്കാരൻ മീഡിയ പേഴ്സൺ ഈ തട്ടുകട നടന്ന ഒരു സഹോദരിയോട് ചോദിക്കുന്നു. ആ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് രാഷ്ട്രീയമല്ല, നന്ദി പ്രകടനമാണ് ആ സഹോദരി പറഞ്ഞത്. കുടിവെള്ളം എത്തിക്കാൻ, വികസനത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും കയറിച്ചെല്ലാൻ പറ്റുന്ന ഒരു ജനകീയ പൊതുപ്രവർത്തകൻ. ആ സഹോദരി പറഞ്ഞത് ഇപ്പോഴും മനസ്സിലുണ്ട്, പേരെനിക്കറിയില്ല. അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പൊതുജനങ്ങളോട് ചോദിക്കുമ്പോൾ പറയുന്ന അഭിപ്രായങ്ങളാണ്. ഇപ്പൊ കുടിവെള്ളം, പാർപ്പിടം പുനരധിവാസം. UDF ഗവൺമെന്റിന്റെ കാലത്ത് 16,000 രാജ്ഭവന നിർമ്മാണ പദ്ധതികൾ ഉണ്ടായെങ്കിൽ ഇന്ന് 5 ലക്ഷം കുടുംബങ്ങൾ സുരക്ഷിതമായി കിടക്കുന്ന
അതുകൊണ്ട് നീ KR മീര എന്ന് പറയുന്ന സാഹിത്യ രംഗത്തെ അത്ഭുതകരമായ വ്യക്തിത്വമാണ് KR മീര. ആരാച്ചാരുടെ നോവലൊക്കെ എഴുതിയ വ്യക്തി. അദ്ദേഹം പറഞ്ഞല്ലോ, അവധി പറഞ്ഞല്ലോ, എന്തിന് പിണറായി വിജയൻ ഒപ്പ് കൊടുക്കണം? മുണ്ടക്കൈ ചൂരമലയിൽ പറഞ്ഞ വാക്ക് പ്രവർത്തനം പൂർത്തീകരിച്ചു. മാതൃ ശിശു മരണം നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്താണ് കേരളം. ലോക നിലവാരത്തിൽ അമേരിക്കയ്ക്ക് മുമ്പിലാണ് കേരളത്തിന്റെ സ്ഥാനം. അഭിമാനത്തോടെ ഓർക്കുന്ന ആരോഗ്യ പരിപാലനങ്ങൾ, വ്യവസായ സൗഹൃദം. ശശി തരൂരല്ലേ പറഞ്ഞത് ഇന്ത്യയിലെ 1ാമത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞത്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉയർത്തിക്കാട്ടിയ ശശി തരൂർ എത്തിയല്ലേ? ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ഷമ്മ മുഹമ്മദ് കോൺഗ്രസിന്റെ ദേശീയ വക്താവല്ലേ? അവരല്ലേ പറഞ്ഞത് ഇവിടുത്തെ ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്ക് ആഗോളതല നിലവാരമുള്ള ഹയർ സെക്കൻഡറികളാണ് കേരളത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറികളുടെ പൊതുവിദ്യാഭ്യാസ മേഖല, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഞാൻ ഒത്തിരി തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. തുരുത്തിയും മുളയ്ക്കാൻ തുരുത്തിയും ഉൾപ്പെടെ പാവപ്പെട്ട കർഷകന് നെല്ല് വീഴ്ച ഉണ്ടാകുമ്പോ, വെള്ളം കയറുമ്പോ, വേര് കയറുമ്പോ ഓടിച്ചിരുന്ന ഒരു MLA ഉണ്ട്. പഞ്ചായത്തോടെ പല ഓടി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകരായ MLA ഉണ്ട്. ഞാൻ ചങ്ങനാശ്ശേരിക്കാരോട് പോയിട്ട് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയായിരുന്നു ജനനേതാവിനെ, നമ്മൾ അനുഭവിക്കുകയായിരുന്നു ഈ പൊതുപ്രവർത്തകനെ, നമ്മൾ അനുഭവിക്കാറുണ്ട്. പാർട്ടി ബലപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൂടും. പാർട്ടി ബലപ്പെടുന്നത് പാർട്ടിക്കാരന്റെ കേരളത്തിൽ എവിടെ പ്രശ്നമുണ്ട്? പ്രത്യേകിച്ച് കോട്ടയത്തെ ഞങ്ങളുടെയൊക്കെ പ്രശ്നത്തിൽ ഒരു പാർട്ടി പ്രവർത്തകർ ഒരു മരണമോ അസ്വസ്ഥ വന്നാൽ ജോബോട് ഓടിയെത്തും. എന്ന് തിരിച്ചോടുന്നതിനോട്ടാണ് എങ്ങനെ ഓടിച്ചെടുക്കുന്നു? ഇതാണ് പാഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. രാഷ്ട്രീയത്തോടെ ഒരു പാഷനുള്ള യുവതം. അല്ലാണ്ട് എന്തെങ്കിലും വന്നു സർക്കാരും ജയിച്ചതിന് എനിക്കൊന്നുമില്ല, അങ്ങനെയുള്ളവരല്ല ജയിക്കേണ്ടത്. വന്നു പോകുന്നവരല്ല ജയിക്കേണ്ടത്. അധികാരത്തെ ആഡംബരമായി കാണുന്നവർ, മറ്റൊന്നും ഇല്ലെങ്കിൽ പരീക്ഷ നോക്കാമെന്ന് പറഞ്ഞു വരുന്നവർ, സുഖലോകമായ മണിത്തപ്പിൽ മയങ്ങുന്നവർ, അവരൊന്നും നല്ല രാഷ്ട്രീയത്തിൽ ജനപ്രതിനിധികളാകേണ്ടത് ജോബിനെ പോലെ അഭിമാനത്തോടുകൂടി ഏൽപ്പിച്ച ചുമതല 100% പൂർത്തിയാക്കി അഭിമാനത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോൺ മൈക്കിൾ നിൽക്കുമ്പോൾ കേരള നിയമസഭയിൽ 2ാം മൂഴം ജോബിച്ചത് കൊയ്ത്തുകാലമാണെന്ന് ഞാൻ പറയും. വിതച്ചത് ഭാഗമായി നിൽക്കുക ചങ്ങനാശ്ശേരി. ഇനി കൊയ്യാൻ പോകുന്ന ഒരു കാലമാണ്. അതിനുവേണ്ടി അഭിമാനത്തോടുകൂടി വിപുത്രമായ ചങ്ങനാശ്ശേരി ന്യൂനപക്ഷങ്ങൾക്കും ഞാൻ ഇപ്പോഴും അത് പറയാതിരിക്കാനൊക്കെയില്ല. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി, ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി. കേരളത്തിന്റെ ബഹുമാനിയായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ NSSഉം SNDPയും ക്രിസ്ത്യൻ മാനേജ്മെന്റും MBSഉം ഒക്കെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമന പ്രതിസന്ധി ഉണ്ടായപ്പോൾ ശക്തമായി ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ ഇവിടെ കൊണ്ടുവരാനുള്ള ധൈര്യം കാണിച്ച, സന്മനസ് കാണിച്ച, കാര്യക്ഷമത കാണിച്ച ആളാണ് ജോൺ മൈക്കിൾ. കൂടാതെ നമുക്കറിയാം, സിംഗിളായിട്ട് ജീവിക്കുന്ന മനുഷ്യർ, ഏകസ്ഥർ. അവർക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് മുഴുവൻ ഏകസ്ഥർക്ക് റേഷൻ കാർഡാ. കന്യാസ്ത്രീമാർ ഉൾപ്പെടെ, സന്യാസിമാർ ഉൾപ്പെടെ മുഴുവൻ പേർക്ക് റേഷൻ കാർഡാ. പെൻഷൻ, ഒരു പെൻഷനും കിട്ടാത്ത ഏകസ്ഥരായ വ്യക്തി, അവർക്ക് മുഴുവൻ പെൻഷനാണ്, ഇൻസെന്റീവാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യം എന്ത് ചെയ്തില്ല, കഴിഞ്ഞ പ്രകടന പത്രികയിൽ ചെയ്തില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം. അഭിമാനത്തോടുകൂടി ചെയ്ത കാര്യങ്ങൾ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പേപ്പർ തുടങ്ങിയാൽ അത് നടപ്പാകുന്നത് വരെ ഒരു അറ്റൻഡറെ പോലെ, ഒരു പിയൂണിനെ പോലെ, ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ, ഒരു ക്ലർക്കിനെ പോലെ ഓടിയിറങ്ങി ഫയലുമായിട്ട് നടന്നു കാര്യങ്ങൾ പൂർത്തിയാക്കിയ കാര്യക്ഷമതയുടെയും കർമ്മോത്സവത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പൂർണ്ണമായ സ്വയം സമർപ്പണത്തിന്റെയും പ്രതീകമായ അഡ്വക്കേറ്റ് ജോൺ മൈക്കിളിനെ കഴിഞ്ഞ തവണ കൊടുത്തതിന്റെ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചങ്ങനാശ്ശേരി വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഉറപ്പുണ്ട്. വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മേഖലയുടെ ചങ്ങനാശ്ശേരിയുടെ രാഷ്ട്രീയമായ പ്രബുദ്ധമായ മുന്നിൽ ഈ പരിഗണന പരിപാടി പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി LDF ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ഈ പ്രചരണ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.